ഇതാണ് നമ്മുടെ വാലാങ്കര. അതുപോലെ തന്നെ തെരുവുനായകൾ ഒരുപാട് ഭയങ്കര ശല്യമുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഒരു ആവശ്യം ഒരു പണിയും കഴിഞ്ഞ് വരുന്നവന്റെ അവസ്ഥ കണ്ടുപോകണം. ഈ പട്ടികളൊക്കെ നമ്മളെ കിട്ടിയ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാലാങ്കര അയിരൂർ റോഡ്, എല്ലാവർക്കും അറിയാമായിരിക്കും, വെണ്ണിക്കുളം സെന്റ് ബെർണാഡ്സ് സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മൾ വാളക്കുഴി വഴി ചൊഴന തീയാടിക്ക പോകുന്നൊരു വഴിയാണ്. ഒത്തിരി പേര് ഈ വഴി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണണം. ഒരു 4 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനമാണ്. അത് മാത്രമല്ല, ഇന്ന് ഞാൻ തിരുവല്ല വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഒരു കല്ല്, എന്തോ കാര്യത്തിനാണെന്ന് അറിയത്തില്ല, കല്ലൊക്കെ ഇട്ടതിൻ്റെ പേരിൽ ഒരു ട്രാവലർ എതിരെ വന്നു. അത് കാരണം ബൈക്ക് എനിക്ക് ചേർക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഞാൻ ഞെരുങ്ങിപ്പോയി. അപ്പം ഞാൻ ഉടനെ നമ്മുടെ ബ്ലസ് ചേട്ടനെ വിളിച്ചായിരുന്നു. ബ്ലസ് ചേട്ടനാണ് ഇവിടുത്തെ നമ്മുടെ വാലാങ്കര ഈ റോഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ട് പോലും ഈ റോഡിന് ഒരു മാറ്റം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. രാത്രിയിൽ ഈ റോഡിൻ്റെ അവസ്ഥ കാണണം. ഇത്രയും 4 കൊല്ലം 5 കൊല്ലം ആയിട്ടും ഈ റോഡ്, ഇതാണ് നമ്മുടെ സെന്റ് ബെർണാഡ്സ് സ്കൂള്, നമ്മുടെ ജോപ്പിച്ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിക്കും നിങ്ങളെല്ലാം ഈ റോഡിൻ്റെ അവസ്ഥ കാണണം. അപ്പോൾ ഞങ്ങൾ ഈ കാറിനകത്ത് കയറി ഞങ്ങൾ മുന്നോട്ട് പോകാം. പ്രസംഗ, ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് പോവാം. പ്രസംഗ, മുന്നോട്ട് പോവാം. അതാക്ക്. അപ്പോൾ ഞങ്ങൾ ഈ കാറിനകത്ത് ഇങ്ങനെ മുന്നിൽ പോയി ഈ റോഡിൻ്റെ അവസ്ഥ കാണണം. ഇന്നേ വരെയായിട്ട് ഇത്രയും നാളായിട്ടും ഒരു മുന്നേറ്റം അല്ല ഒരു പ്രയോജനവും നമുക്ക് നാട്ടുകാർക്ക് ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഈ റോഡിൻ്റെ. ഇപ്പം ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും രാത്രിയിൽ ഈ സ്കൂളിൻ്റെ അവിടെ കണ്ട 2-3 സൈൻ ബോർഡ് ഇരിപ്പുണ്ടെന്നല്ലാതെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് നല്ലതായിട്ട് ചിലയിടങ്ങളിലുണ്ട്, ചിലയിടങ്ങളിലില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് വരുന്നവൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര ശോകമാണ്. അപ്പോൾ ആ കാഴ്ച ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഈ കാറിനകത്തുണ്ട്. ഈ കാറിനകത്ത് ഞങ്ങൾ പോയി മുന്നോട്ട് പൊറോട്ട ജംഗ്ഷൻ വരെ ഞങ്ങൾ കാണിക്കും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലസൻ ചേട്ടൻ, വാളക്കുഴിയിലെ ബ്ലസൻ ചേട്ടൻ ഒരു ലൈവ് കൊണ്ട് പോയിട്ടുണ്ട്. ഫേസ്ബുക്കിലെ വാളക്കുഴിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ലൈവ് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറകെ കാറിൽ പോവാണ്. ഈ നമ്മുടെ ഈ വണ്ടിയുടെ വെട്ടമല്ലാതെ ഈ റോഡിലൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ വാലാങ്കര. അതുപോലെ തന്നെ തെരുവുനായകൾ ഒരുപാട് ഭയങ്കര ശല്യമുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, തെരുവുനായ്ക്കളുടെ ശല്യം കണ്ടോ. രാവിലെ ഒറ്റയ്ക്കൊക്കെ രാത്രി ഒരു ആവശ്യം ഒരു പണിയും കഴിഞ്ഞ് വരുന്നവന്റെ അവസ്ഥ കണ്ടുപോകണം. ഈ പട്ടികളൊക്കെ നമ്മളെ കിട്ടിയ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വെണ്ണിക്കുളത്തിന്റെ ഒരു അവസ്ഥ. ഇതുപോലെ ഇവിടെ 2 പട്ടികൾ മാത്രമല്ല, ആ കവലയിലെല്ലാം ഒരുപാട് പട്ടികളുണ്ട്. അതും കുറച്ചുകൊണ്ട് വണ്ടിക്ക് നേരെ കാറായിട്ടാണ് നമ്മളിപ്പം നമുക്കിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിത് ഇത് പോകുന്നതാണ് വെണ്ണിക്കുളം സെന്റ് ബെർണാഡ്സിന്റെ സ്കൂളിന്റെ താഴ്ഭാഗത്തോടുള്ള നമ്മുടെ തീയാടിക്കൽ ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ഒരു വഴിയാണ്. ഈ വഴിയുടെ രാത്രിയിലെ അവസ്ഥ നിങ്ങൾ ലൈവായിട്ട് കാണണം. സൈഡ് ഈ റോഡിന്റെ സൈഡ് മൊത്തം കാടും പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കറിയത്തില്ല ഇവിടെ മാത്രമാണോ ഇങ്ങനെയുള്ളത്, അതോ വേറെ എവിടെയെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇതൊരു വളവാണെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു യാത്രക്കാരൻ എങ്ങനെ മനസ്സിലാക്കും? സാധാരണ ഇപ്പോൾ ഒരു റോഡിന് സൈൻ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോട്ടോ റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മനസ്സിലാക്കാം. ഇതാ ചെയ്ത BMA തന്നെയാണ് ഈ റോഡ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. BC ചെയ്യാനുണ്ട്. അതിന്റെ ബാക്കി പൂർത്തീകരിക്കാനുള്ള ഒരുപാട് വർക്കുകൾ ഈ റോഡിന് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഇത് വർഷം ഒരു 4 കൊല്ലം. ജോബിച്ചേട്ടാ എത്ര കൊല്ലം ഇത്? 5 കൊല്ലത്തിന് മേലെ. 5 കൊല്ലത്തിന് മേലെ. ഇതൊരു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ +1 +2 ആ സമയത്ത് അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് പോലും ഇത് BM അല്ല, നമ്മുടെ WM ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാള് കഴിഞ്ഞിട്ടാണ് ആൾക്കാരുടെ ബുദ്ധിമുട്ടും പൊടിയും അതുപോലെ തന്നെ കുഴികളും കാരണം ഒരു തരത്തിൽ ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നതിന് ശേഷം മാത്രമാണ് ഈ ഫസ്റ്റ് ലെയർ ആയ BM ചെയ്തിട്ടേക്കുന്നത്. ഈ BM ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളം ആയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് വരെ അവിടെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു മുതുവാഴ ജംഗ്ഷനിൽ. ഇത് നമ്മുടെ ബ്ലസൻ ചേട്ടൻ ഇവിടുത്തെ ഒരു ലൈവ് എടുക്കുന്നതാണ്. ഇവിടുത്തെ വളവും കാര്യങ്ങളും ഒക്കെ പുള്ളി സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്യുന്നതാണിത്. ഇതാണ് നമ്മുടെ വെണ്ണിക്കുളത്തു നിന്ന് കയറി വരുമ്പോൾ ഉള്ളൊരു വലിയ വളവ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മിററൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സ്വകാര്യ വ്യക്തി ഞാൻ വെച്ചാന്ന് തോന്നുന്നു. അതും കഴിഞ്ഞ ദിവസം KSEBയുടെ ഇലക്ട്രീഷ്യന്മാർ മറ്റേ സൈഡ് നമ്മുടെ എന്തോ പറയുന്നത് ലൈൻ്റെ മണ്ടയ്ക്ക് കെട്ടിക്കിടക്കുന്ന കയർ ടച്ചിങ് വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അതും പൊട്ടിപ്പോയി. അത് ഇതുവരെ നല്ലതായിട്ട് വെച്ചിട്ടോ ഒന്നുമില്ല. അതേ കണ്ടീഷനിൽ തന്നെ ഈ റോഡിന്റെ കിടക്കുകയാണ്.
പണ്ടൊരു ബസ് ഇവിടെ മറിഞ്ഞതാ. കണ്ടോ? അതെ, SP ബസ് ഇവിടെ വന്ന് മതിൽ. അതുപോലൊരു വലിയ വളമാണ് ഗൈസ് ഇത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നല്ല ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് മാത്രമല്ല ഈ കരിങ്കൊക്കെ പണിഞ്ഞ് വെച്ചേക്കുന്ന എനിക്കറിയത്തില്ല ഏത് രീതിക്കാണ്, അത് പുറത്തിറങ്ങിയാൽ കറക്റ്റ് കാണത്തുള്ളായിരിക്കാം. ഇതൊരു കരിങ്കാണ് ഇവിടെ കാണുന്നത്. ആ ബ്ലസൻ ചേട്ടൻ വെട്ടമടിക്കുന്നത്. കണ്ടോ? കലിങ്ങിന്റെ ഒരു മൂല ഇരിക്കുന്ന അപ്പുറത്തെ റോഡിന്റെ നടുക്കായിട്ട് വരും. പറഞ്ഞു വരുവാണെങ്കിൽ മറ്റേ ഒരു ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്, OHM ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. ഈ വളവ് തീർന്നാലുടനെ അടുത്ത പിന്നെയും വളവ് തുടങ്ങുകയാണ്. നിങ്ങൾ നോക്ക്, ഇഷ്ടം പോലെ വാഹനങ്ങൾ റാന്നിക്ക് പോകാൻ നമ്മൾ തടിയൂർ വഴിയേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ റോഡ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് റോഡുകളാണ് കിട്ടുന്നത്. അത് കാരണമാണ് കൂടുതൽ ആൾക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് വേ ലൈറ്റുകളോ ഒന്നുമില്ല. രാത്രിയിലൊക്കെ എങ്ങനെ ഒരു താമസിച്ചു അവന്റെ ജോലിയും കഴിഞ്ഞ് വരുന്നവനാണ് എങ്ങനെ വിശ്വസിച്ച് ഈ റോഡിനെ വിശ്വസിച്ച് ഇതുവഴി പോകാൻ പറ്റും? അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാട്ടുപന്നി ശല്യം എല്ലാം ഭയങ്കര രൂക്ഷമാണ്. അതുപോലെ തന്നെ പട്ടിയുടെ ശല്യം കണ്ടില്ലേ? 2 പട്ടി മതി, അല്ലെ 1 പട്ടി മതിയല്ലോ. ഒരു വട്ടം ചാടുവോ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നവനാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾ പോകും. കാറിൽ വന്നിട്ട് തന്നെ ആ പട്ടി നമ്മുടെ കാറിനകത്ത് ചാടി കയറാനാണ് നോക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ അടുത്ത വലിയൊരു കുടുംബളവാണ്. ഈ വളവ് ഒരു സിഗ്നലും ഇല്ല, അവിടെ ഒരു കാഷ് ബാരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നേരെ ഒരു വീടുണ്ട്, അങ്ങോട്ട് കുഴിക്കകത്തോട്ട് പോകത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാൻ പോയ വാളക്കുഴിക്ക് ഇപ്പുറം ഒരു വണ്ടി പോയിട്ട് അവർക്കൊന്നും പറ്റിയില്ല. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും പറ്റില്ല. അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് വരെ ഈ റോഡ് ഇവിടെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതൊരു കോൺട്രാക്ടർ വന്ന് ഇത് കെട്ടി ഈ ഒരു ലെവലിലാക്കി വെച്ചിട്ട് ഇവിടെ ഒരു വണ്ടി അവിടെ നിന്ന് കയറി വരുന്ന ഏതാ വണ്ടി എന്ന് കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. അത് കാരണം എന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ കണ്ടോ? ഈ കുഴി കണ്ടോ? ഈ വണ്ടികൾ ഈ എഡ്ജിനകത്ത് ഇറങ്ങി പോകുന്നതാണ്. ഈ കാണുന്ന വീൽ ബേസ് നിങ്ങൾ കാണുന്നത്, ഈ വീൽപാട് കാണുന്നത്. കാരണം എതിരെ ഒരു ബസ്സോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കാടുകൾ കയറി മൊത്തം കിടക്കുന്നു. ഒരു സൈൻ ബോർഡ് ഇല്ല. ഇവിടെ കൊണ്ട് ഡ്രമ്മും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡ്രമ്മൊക്കെ വെച്ചേക്കുന്ന അവിടെ ഇനിയും വെയിറ്റ് കയറിയ ഇടിയും എന്നുള്ള ഇതിലാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് പ്രാവശ്യം ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ട് എടുക്കുന്ന ഒത്തിരി സ്ത്രീകളൊക്കെയാണെന്ന് പറഞ്ഞാലും പെതുക്കിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു അപകടം നടക്കാത്തത്. പിന്നെ സ്ഥിരം യൂസ് ചെയ്യുന്നവനറിയാം ഇവിടെ ഡേഞ്ചർ ആണ്. അല്ലാതെ പുറത്തുനിന്ന് വരുന്നവനൊക്കെ 100-ലായിരിക്കും കയറി വരുന്നത്. കാരണം അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇച്ചിരി വരുവാണെങ്കിൽ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് നമുക്ക് സ്ട്രെയിറ്റ് കിട്ടും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കിട്ടുന്ന വഴിക്കതേ ഇതിപ്പോൾ ജോബി ചേട്ടാ വെട്ടം ഒന്ന് ഓഫാക്കി കണ്ടോ? ഇതാണ് നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ. ആ ബ്ലസൻ ചേട്ടൻ പോകുന്നതിന്റെ ആ വെട്ടം മാത്രമാണ് കിട്ടുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ കൊണ്ട് ഈ കല്ല് ഇറക്കിയിട്ടേക്കുന്നത്. അത് എന്തിന്റെ സ്വകാര്യ വ്യക്തിയാണോ എന്താണോ കാര്യങ്ങളോ നമുക്കറിയത്തില്ല. പക്ഷേ ഒരു റിഫ്ലക്ടറോ ഒരു കോണോ എന്തെങ്കിലും സൈഡിൽ കൂടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും റിഫ്ലക്ടറാണ്. ഇവിടാണ് മുമ്പേ ഞാൻ വന്നപ്പോൾ ഒരു ട്രാവലുകാരൻ വന്നേ ഞാൻ ഇങ്ങോട്ട് വെട്ടിച്ച് കയറുമായിരുന്നു. ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പേ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നു അവൻ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയേനെ. കാരണം സ്ട്രേറ്റ് റോഡാണ്, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി 19 മൈൽ സ്പീഡിലാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും, ഈ സൈഡിലും ഈ സൈഡിലുമായിട്ടും ഇത് എങ്ങോട്ട് മാറ്റാനാ? റോഡിന് എഡ്ജിൽ നിന്ന് ഇറക്കേണ്ട അവസ്ഥ വന്ന എഡ്ജിൽ നിന്നാണെങ്കിൽ താഴോട്ട് ഇറക്കണമെങ്കിൽ വണ്ടിയുടെ കാര്യം പോക്കാം നമ്മളും അറിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഇവിടുന്ന് പെതിയെ വന്ന വണ്ടിയാണ്. എതിരെ ഒരു വണ്ടി വന്നപ്പോൾ പുള്ളി വെട്ടിച്ചതാണ്. ഇവിടുത്തെ ഒരു എഡ്ജിൽ ഇറങ്ങി പോയിട്ട് ആ വണ്ടി പറഞ്ഞു. അതും ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല. അതും ഇവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത്. ഇവിടെയൊക്കെ കാട് കയറി കിടക്കുന്ന കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോലും നമുക്ക് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായത്. ഇതാണ് നമ്മുടെ മാലാങ്കര അയിരൂർ റോഡ്. ഇവിടെ കുറച്ച് ഭാഗത്ത് 2-3 ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഉണ്ട് അല്ലെ ചോദിച്ചേട്ടാ? കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അതെ 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 കുടുംബളവ ഒരു സിഗ്നൽ ഇല്ല. അതെ, കുടുംബളവ ഒരു സിഗ്നലും ഇല്ല. കണ്ടോ? ഇവിടെ ഇവിടെ കമ്പിയുണ്ട്. കമ്പി ഈ കാടിനകത്ത് കമ്പിയുണ്ട്. ഇത് നോക്ക്, ഇത് കണ്ടോ? ഞാൻ അത് ജോബി ചേട്ടാ ഒന്ന് ഇറങ്ങി കാണിക്കട്ടെ. ഇത് കണ്ടോ? കമ്പി ഇവിടെ കൂർത്തിരിക്കുവാണ്. ഇത്രയും കമ്പി ഇവിടെ ഉണ്ടെന്ന് ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. ഒരു റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് കാട് കയറി കിടക്കുവാണ്. ഇവിടെ ചെറിയ പാരപ്പറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വളവും കാര്യങ്ങളും ഉണ്ട്. കണ്ടമായതുകൊണ്ട് എന്തോ
കുറച്ച് വെട്ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു കാര്യം കൊണ്ടേ, അവിടെ നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ കാട് കാരണം അങ്ങനെ ഒരു കാര്യം ഒരു ബസ്സുകാരനുണ്ടല്ലോ നമ്മൾ ഇതിലേ പോകുന്നത്, പുള്ളി എന്നെ ഒരു ദിവസം കണ്ടപ്പോൾ പറയും, നിങ്ങൾ അവിടുത്തെ ആ കലിങ്ക് കാണത്ത് പോലും ഇല്ല, ഇതിലെ ഒരു വണ്ടി വന്ന അവിടെ എന്തോ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കലിങ്കോ അതെ, ബ്ലസൻ ചേട്ടൻ അത് തന്നെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. ബ്ലസൻ ചേട്ടൻ അത് തന്നെ കാണിക്കുന്നത്. കണ്ടോ, നമ്മുടെ ബ്ലസൻ ചേട്ടൻ എന്ത് ലൈവ് ഇടുന്നത്, ഇത് ഈ കലിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഇവിടെ മൊത്തം പോച്ച, ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇവിടെ മിക്ക എതിരെ വരുന്ന വണ്ടികളും സൈഡ് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ഒരു ചാൺ മാത്രം അകലമേ ഉള്ളൂ. ഈ ബ്ലസൻ ചേട്ടൻ ലൈവ് കാണിക്കുകയാണിത്. ഈ കലുങ്കും ഈ റോഡും തമ്മിലുള്ള ടാറിങ്ങിന്റെ വ്യത്യാസം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം. ലൈറ്റ് നിങ്ങളുടെ കാണിക്കാമോ? നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കാണുന്നു. ഒരു ഇൻഡിക്കേറ്റർ പോലും ഇവിടെ വെച്ചിട്ടില്ല. ഇതുവഴി വരുന്ന ഒരു വാഹനത്തിന് ഇവിടെ ഒരു കലുങ്കുണ്ടെന്നുള്ളത് കാണാൻ പോലും പറ്റത്തില്ല. വാ, ഞാൻ കൃത്യമായിട്ട് അളന്ന് കാണിക്കാം. എൻ്റെ ഒരു കൈയുടെ അണിവിരൽ മുതൽ തള്ളവിരൽ പോലെ വരെയുള്ള അത്രയും ഭാഗം പോലും ഇവിടെ വീതിയില്ല. ഇതുവരെ ടാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും ഇത് കാണാനായിട്ട് പറ്റത്തില്ല. താങ്കൾ ഇതിലെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണോ? അല്ല, നമ്മളിവിടെ വന്നതാ. ഇവിടെ എങ്ങനെയുണ്ട് ഈ വഴി? രാത്രി വന്നിട്ട് എങ്ങനെയാണ്? എല്ലാം കാണുന്നുണ്ടോ? സൈൻ ബോർഡോ കാര്യങ്ങളോ എല്ലാം കാണുന്നുണ്ടോ? ഇതില് വണ്ടി മാറ്റി വെക്കും. നമ്മുടെ ബ്ലസൻ ചേട്ടൻ ഇത് കാട് മൊത്തം പറിച്ച് കാണിക്കുക. യാതൊരു ഒരു അനക്കവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഈ രാത്രിയിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ രാത്രിയിൽ തന്നെ ഇറങ്ങിയത്. അത് അങ്ങനെയാണല്ലോ ബ്ലസൻ ചേട്ടൻ, അങ്ങനെ വേണമല്ലോ. ഈ ബ്ലസൻ ചേട്ടൻ ഒരു കാലങ്ങളായിട്ട് എനിക്ക് തോന്നി റോഡ് എത്ര ഇങ്ങനെ കിടക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ബ്ലസൻ ചേട്ടൻ. ബ്ലസൻ ചേട്ടൻ എന്തോ അതിന് പറയാനുള്ളേ, എന്തോലും പറയാനുള്ളൂ, എന്നാ പറയാൻ ഇതിൽ കൂടുതലല്ലേ? ഇതിൽ പറയാനില്ല. ഇത് കണ്ടോ, അതെ, ഒരു ചാൺ വ്യത്യാസത്തിലാണ് ഈ കലുങ്കും ലൈവ് പോവാണ്. ഇതെല്ലാം വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡില് ഇവിടെയും അതുപോലെ. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറിച്ച് കളഞ്ഞാലേ കാണത്തുള്ളൂ, അല്ലാതെ തപ്പി കണ്ടുപിടിക്കണേ പാടാ. അതുപോലെ കാട് കയറി കിടക്കുക. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ല പ്രശ്നം, ഈ മൂല ഇങ്ങനെ ആക്കിയത് തന്നെ ഒരുപാട് ബസ്സും കാര്യങ്ങളും വന്ന് ഈ മൂല ഇവിടെ ഇടിച്ചിട്ടുണ്ട്. കണ്ടോ, ബാക്കിയുള്ള പോലല്ലേ, കണ്ടോ, ഒത്തിരി വണ്ടികൾ കൊണ്ട് ഇവിടെ സൈഡിൽ ചേർത്തപ്പോ ഇടിച്ചതാണ്. സാധാരണ പോച്ചയാന്ന് ഓർമ്മ എതിരെ വണ്ടി വരുമ്പോൾ സൈഡ് കയറ്റുന്നതാണ്. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് ഇവിടെ രക്ഷപ്പെട്ടു പോയത്. അതെ അതെ, ഈ സൈഡിൽ നെടുനീളെ വലിയ കൽക്കെട്ടുണ്ടായിരുന്നതാണ്, കല്ലിന്റെ ഭിത്തി ഉണ്ടായിരുന്നു. അതെ 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 അതെ, റോഡ് വീതി കൂട്ടാനാണ് നിരത്തി ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കല്ലും മണ്ണും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അതെ അതെ, സത്യമാ. ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾക്ക് വീതി കൂട്ടാനാന്നും പറഞ്ഞിട്ട് ഈ റോഡ് 12 മീറ്റർ എത്രയോ മീറ്റർ വീതി കൂട്ടാനാന്നും പറഞ്ഞിട്ടാണ് ഈ കല്ലും മണ്ണുകളെല്ലാം കൊണ്ടുപോയി. ഞങ്ങളുടെ മുതുവാല ജംഗ്ഷനിൽ തന്നെ ഒരുപാട് സ്ഥലം അങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല കടത്തിണ്ണയുടെ സൈഡിൽ ഷീറ്റൊക്കെ ഇട്ട് സ്വകാര്യ വ്യക്തികൾ വൃത്തിയാക്കിയ സ്ഥലം, ആ ഷീറ്റ് വരെ പൊളിപ്പിച്ച് അതിപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലം വരെ ഉണ്ട്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ ഇച്ചിരി മുന്നോട്ട് പോയിരുന്നു. അവിടെ ഒരു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷേ എനിക്കൊരു പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ ഇടയ്ക്ക് ഒന്ന് പോസ് ആക്കേണ്ട വന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മുതുവാല ജംഗ്ഷന് മുമ്പുള്ള സർവീസ് സ്റ്റേഷനും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇവിടെ ഈ ഇന്റർലോക്ക് ഇട്ടിട്ട് ഒരു കൂടിപ്പോ എത്ര 3 മാസമായാ? 3 മാസം, 56 ലക്ഷം രൂപ എസ്റ്റിമേറ്റ്. അതെ, എത്ര രൂപ ഇട്ടിട്ട് ചെയ്തതാണ് ഈ ഇന്റർലോക്ക്. എന്നിട്ട് വെള്ളക്കെട്ട് കണ്ടല്ലോ, ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ. ഇതാണ് ഇവിടെ നേരത്തെ വണ്ടികൾ അവിടുന്ന് ആ വളവ് കഴിഞ്ഞിട്ട് കയറി വരുന്ന വണ്ടികൾ ഇച്ചിരി സ്പീഡ്. ഞങ്ങൾ ഈ മാടത്തിന്റെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ 100 വണ്ടി വന്നിട്ട് ആ കുഴിക്കകത്തോട്ട് ടപ്പോന്ന് പറഞ്ഞ് വീഴുന്നത്. അപ്പം അതൊക്കെ വീഡിയോ എടുത്ത് വെക്കുമായിരുന്നു. ഇപ്പൊ വൈറലായിരുന്നു അല്ലേ ജോബി ചേട്ടാ? ഡ്രിഫ്റ്റിംഗ് എന്നും പറഞ്ഞൊക്കെ നമുക്ക് ഇടായിരുന്നു. ഇപ്പത്തെ ഈ വെള്ളം പോകാനായിട്ട് ഓടയൊക്കെ പണിത് വെച്ചതാണ്. ഭയങ്കരമായിട്ട് ഓടയൊക്കെ ഇവിടെ പണിത് വെച്ചതാണ്. എന്നിട്ട് വെള്ളം പോകുന്ന ഇതിൽ നോക്കി ഭയങ്കര ഓട ഇവിടെ പണിത് വെച്ചതാണ്. ഭയങ്കര എന്നിട്ട് വെള്ളം പോകുന്നതാണ്. സർവീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ റോഡിലോട്ടാണ് വെള്ളം പോകുന്നത്. എതിരെ ഓട വെള്ളം പോകാനുള്ള സ്പേസ് എന്ത് ചെയ്യും? ഇവിടെ മറ്റേ യൂട്ടിലിറ്റിക്കുള്ള എന്താണ്ട് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം മണ്ണ് വന്നങ്ങാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെള്ളം പോകാനായിട്ട് ഓട അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഇത് മേളിൽ നമുക്ക് ഒത്തിരി ഒരുപാട് വെള്ളം ഒലിച്ച് വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ, ഉറവയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ആണ് വരുന്നത്. കുറച്ചൊക്കെ വെള്ളം അതിനകത്ത് വീഴുന്നുണ്ട്. ഇത്
കഴിഞ്ഞ ദിവസം പള്ളിക്കാർ പൊട്ടിച്ചിട്ട് ഈ ഗ്രില്ല് താഴെ ഇട്ടാണ്. ഇത് പൊട്ടിച്ചതൊക്കെ ഇങ്ങനത്ത് കാണാനുണ്ട് കണ്ടോ. ഇത് ഹൈറ്റിലായിരുന്നു ഇത് പണിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നത്. ബാക്കി വെള്ളം അതുപോലെ ഈ റോഡിൽ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ ബൈക്ക് യാത്രക്കാർക്കാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഒരു വണ്ടി നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേന് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് വെണ്ണിക്കുളത്ത് നിന്ന് പോകുന്ന പഞ്ചിപ്പാറ വരെ പിന്നെ വെള്ളമായിരിക്കും മഴയാണെങ്കിൽ. ഇതിലെ വരുന്ന കാറുകാരനൊന്ന് ചവിട്ടി തരുമോ അതുമില്ല. അത് കാരണം എന്തുമാത്രം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിനകത്ത് വെള്ളം തെറിപ്പിച്ചെന്നും പറഞ്ഞിട്ട്. ഞങ്ങളും ബാക്കി ഇപ്പോൾ മുതുവാല ജംഗ്ഷനിലോട്ട് ഇനി ഞങ്ങളും പോവാണ്. ഞങ്ങൾ വീണ്ടും നമ്മുടെ അവിടുന്ന് വണ്ടി എടുത്തതേ മുമ്പത്തെ പോലെ കലിങ്ങിൻ്റെ കമ്പി ഇട്ടിരിപ്പുണ്ട്. കമ്പി അവരെന്തോ ഓർമ്മയ്ക്ക് വെച്ചിട്ട് പോയ പോലെയാണ് ഇവിടെ നീർന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കമ്പിയോട് ചേർന്നായിരിക്കും ഒരു ചെറിയ കോൺക്രീറ്റ് കെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ബാക്കി ഇതൊരു തോടാ. ഇതൊരു തോടെന്ന് പറഞ്ഞാൽ ഇതൊരു വളവാണ്. ഞാൻ ഗ്ലാസ് ഉണ്ടാക്കട്ടെ. ആ വളവ് വീശി ദൈവാധീനം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് യാത്ര ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ പരിചയമുള്ളവൻ അറിയാം ഇവിടെ ഒരു തോടുണ്ടെന്ന്. ഇല്ലാത്തവൻ ആ തോട്ടിൽ പോകാത്തതാണ്. ഇന്നേ വരെ അങ്ങനെ വലിയ അപകടങ്ങളോ കാര്യങ്ങളോ പണ്ട് വല്ല ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ എന്തോ പള്ളിയുടെ ഭാഗ്യമായിരിക്കും, പള്ളി ഇരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഐശ്വര്യം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇന്നേ വരെ തോട്ടിൽ ആരും പോകാൻ. ഇനി ആരും പോകാതെ ഇരിക്കട്ടെ. അപ്പം നോക്കിട്ടോ അല്ലേ, സത്യമല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പള്ളി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടാണ് അവിടെ അപകടമൊന്നും ഉണ്ടാകാത്തത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജംഗ്ഷനായിട്ട് വരുന്നത് മുതുവാല. അപ്പം ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇതുപോലാണ്. ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. മൊത്തം പോച്ച കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു ജംഗ്ഷനാണ് മുതുവാല ജംഗ്ഷൻ. അതെ, ഇതാണ് അടുത്ത കൊടുമ്പളവ്. കൊടുമ്പളവ് മാത്രമല്ല, മേളോട്ടൊരു വഴിയും കൂടെ ഉണ്ട്. അവിടെ മെയിനായിട്ടും നമ്മുടെ മുന്നിൽ നിന്ന് കാണുന്ന വാളക്കുഴി ഭാഗത്ത് ഇങ്ങോട്ട് വന്ന് മേലോട്ട് കയറാനുള്ള വണ്ടി ഇവിടെ വന്ന് സ്റ്റക്കായി നിൽക്കുമ്പോഴായിരിക്കും അവിടുന്ന് എതിരെ ഒരു വണ്ടി വരുന്നത്. ഒരു വഴി അവിടെ ഉണ്ടെന്നുള്ള ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൈഡിലെല്ലാം ഇതുപോലെ അതെ, അത് ആവശ്യമില്ലാത്ത മണ്ണുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് കൊടുത്തേണ്ടതാണ്. ഇവിടുത്തെ മതിലൊക്കെ ഇവിടെ ഇറക്കി കെട്ടിയതാണ്. ഇത് കണ്ടില്ലേ, ഇവിടൊക്കെ നല്ല വേറെ ഒരു രീതിക്ക് കിടന്നതാണ്. പഴയ വ്ലോഗ് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ കടമുറികൾ കണ്ടോ, ഇതിന്റെ മുൻഭാഗം നല്ല രീതിയിൽ വൃത്തിക്ക് കോൺക്രീറ്റ് ചെയ്തത്. ഈ ചള്ള കിടക്കുന്നതിൻ്റെ അവിടെ വരെ കോൺക്രീറ്റ് ചെയ്തത്. അപ്പുറത്തെ വശത്തെ ഷീറ്റ് ഇട്ട പോലെ ഇട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. ആ ഷീറ്റുകളെല്ലാം എടുപ്പിച്ച് ഈ രീതിയിലാക്കിയതാണ് നമ്മുടെ ഇവിടുത്തെ റോഡ് പണിക്കാർ. ഇത് നമ്മുടെ നാരായത്താനിക്ക് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ഇപ്പോൾ ഒരു ആക്രിക്കടയൊക്കെ, ഇപ്പൊ പുതിയതായിട്ടൊരു ആക്രിക്കടയൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി തന്നെ ഇത് നല്ല ഡീസന്റ് ആയിട്ട് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇത് കർത്തമാങ്കൽ പള്ളിയിലോട്ടുള്ള റോഡാണ്. അതെ, ഈ റോഡ് പണി ഇതുമൂലമാണ് ഈ വെള്ളക്കെട്ട്. ഇത് ഒരിക്കലും മാറത്തില്ലല്ലോ. എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കും അല്ലയോ? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചോദിച്ചാൽ ബൈക്കേ വരുന്നവനാണ് അല്ലേ. കാറേ വരുന്നവന് വലിയ കുഴപ്പമില്ല. സാധാരണക്കാർ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് വരുന്നവനാണ് ഈ കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മണ്ണെടുത്ത് ആരെങ്കിലും പറയും വെച്ചാ അല്ലേ. ഇവിടാണ് നമ്മുടെ ജോപ്പിച്ചാട്ടൻ്റെ വീട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് ഞങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇവിടൊക്കെ കുറച്ച് വെട്ടം കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതൽ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. കുറച്ച് സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട്, കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും റോഡ് നല്ലതാണെന്നുള്ളത്. പക്ഷെ ഇനി കാണിക്കാൻ പോകുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു കാറ് പോയിട്ട് 4 പേരോ 2 പേര് ക്യാമറ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അവർക്ക് അടുത്ത വർക്ക് ഉള്ളതുകൊണ്ട് അവർ ഇച്ചിരി സ്പീഡിൽ വിട്ടു വന്നതാണ്. പക്ഷെ അവർ ആ കുഴിക്കകത്ത് പോയി. ആ കുഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് ഞാൻ അവിടെ കാണും കറക്റ്റ്. നോക്കട്ടെ അവിടെ ഉണ്ടോ എന്ന്. ആ സ്പോട്ടിൽ പ്രസന്റ് ഞാൻ നിർത്തിയില്ലേ. കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടതാണ്. അവിടെ നല്ലേ, അതുകൊണ്ടായിരിക്കും. ഇതാണ് പ്രസന്റ് ഞാൻ അവിടുത്തെ എടുത്തിട്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ ഇതും അവിടുന്ന് വരുന്ന നല്ലൊരു വളവായത്. ഇതിപ്പം ഇങ്ങനെ കാണുന്ന പോലെ അല്ല. ഇത് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം, ഇറങ്ങി നടന്ന് തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ അവിടെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഒരു 10-15 അടി താഴ്ചയിലുള്ളൊരു തോടാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സേഫ്റ്റി ബാരിക്കേഡാണ് ഈ കാണുന്ന റിബൺ. ഒരു റിബൺ ഉള്ളതുകൊണ്ട് 50 ടണ്ണുള്ള ടോറസ് എല്ലാം നിൽക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ കുഴിയാണ് ഇവിടെ, കുഴി കണ്ടോ, ഈ ഒരു കുഴിയാണ്. അപ്പോൾ ഈ കുഴിക്കകത്താണ് ഈ മരത്തിലും കണ്ട തങ്ങിയാണ് കഴിഞ്ഞ ദിവസം ആ കാറ് നിന്നത്.
അവരെ എടുത്ത് പിന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലോ ഇവിടെയുള്ള ചെറുപ്പക്കാർ പിള്ളേർ അവരുടെ ഒരു നന്മയ്ക്ക് അവർ ചെയ്തതാണ് ഈ ഒരു ഇത്. റിഫ്ലക്ഷനോ ഒന്നോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു റിബൺ കെട്ടി അവർ ഇത് കണ്ടോ, ഇതുപോലെ കുഴിയാണ് ഇവിടെ, അവിടുത്തെ ബാരിക്കേഡാണിത്. ഈ വളം ഇങ്ങോട്ട് വരുന്നവനാണെങ്കിൽ അറിയാത്തവനാണെങ്കിൽ സൂക്ഷം ഇങ്ങോട്ടോട്ട് പോകും. ഈ ബാരിക്കേഡ് കൊണ്ട് ഇത് ഏതായാലും പുതിയ മോഡൽ ബാരിക്കേഡാണ്. ഇത് നല്ല സ്ട്രോങ് ബാരിക്കേഡായതുകൊണ്ട്, ഇത് കണ്ടില്ലേ, നല്ല സ്ട്രോങ് ബാരിക്കേഡായതുകൊണ്ട് ആരും അതിൻ്റെ അകത്തോട്ട് പോകത്തില്ല. അപ്പം ഈ റോഡ് ഇവിടൊക്കെ പഴയ എന്താണ്ടോ ഒരു സൈൻ ബോർഡൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു വായിച്ചാ പോണ്ട്, ഇവിടെ കമ്പി ഇങ്ങനെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. കമ്പി നല്ല സൂപ്പർ കമ്പി, നല്ല ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാ കാര്യത്തിനാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞൊരു ട്രാൻസ്ഫോമറൊക്കെ ഇവിടെ ഉണ്ട്. പകല് വന്നാൽ നമുക്ക് ഇത്രയും ഡേഞ്ചർ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഒത്തിരി നാളായിട്ട് ഞാനിത് ഒന്ന് ഓർക്കുന്ന കാര്യമാണ്, ഇതിന്റെ ഒരു വീഡിയോ രാത്രി ഷൂട്ട് ചെയ്തിട്ടുണ്ടോ വന്ന്. കാരണം ഇന്നാണ് അതിന്റെ സാഹചര്യം ഏതായാലും കൊടുത്തപ്പോൾ പിന്നെ അന്ന് അങ്ങ് ചെയ്തേക്കാന്ന് ഓർത്തു. അതെ അതെ അതെ, വീട്ടുകാര് സഹിക്കാനൊക്കെ തെളിച്ചുകൊണ്ട് അത്രയും ഭാഗം വൃത്തിക്കിരിക്കുന്നു. കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ രാത്രി സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. തടിയൂർ റോഡിനേക്കാളും ആൾക്കാർക്ക് പെട്ടെന്ന് ഉപകാരപ്പെടുന്ന ഒരു റോഡ് ഇതായിരിക്കും. അതെ, എ ക്യാമറ, അതെ, തടിയൂരുള്ള എ ക്യാമറ ഈ റോഡിലില്ല. അതാണ് മെയിൻ ഒരു ഘടകം. തീയാടിക്ക് വരെ ഉള്ളതിനകത്ത് എ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ ഇതിൽ സ്ട്രെയിറ്റ് ഒക്കെയാണ്. രാത്രിയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കാണുന്ന ചില ഡേഞ്ചർ സ്പോട്ടുകളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന വെണ്ണിക്കുളം കവലയിലെ പട്ടി തന്നെ അല്ലേ. അയ്യോ, രാത്രിയിലൊക്കെ ഞങ്ങളുടെ അപ്പനൊക്കെ സത്യം പറഞ്ഞാൽ രാത്രി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. വെളുപ്പിന്റെ 3 മണിക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി പേര് ഓരോ വർക്കിനായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം. അവരെങ്ങനെ വെണ്ണിക്കുളമൊക്കെ, വെണ്ണിക്കുളത്ത് മാത്രമല്ലായിരിക്കും മിക്ക പലയിടങ്ങളും പട്ടിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അതപ്പോൾ മൃഗസ്നേഹികൾക്ക് അതില്ലാതെ പറ്റത്തില്ലല്ലോ. അതെ, 2 വീലറിൽ പോകുമ്പം ഒരു കഴി കിട്ടുമ്പോൾ അതിന്റെ സുഖം ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രസഞ്ചാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മുന്നോട്ട് അങ്ങ് പോകാം, നമുക്ക് ഇച്ചിരി ധൃതിയുള്ളതുകൊണ്ട്. അപ്പം നമ്മളടുത്ത് എത്താൻ പോകുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വാളക്കുഴി ജംഗ്ഷനാണ്. വാളക്കുഴി ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു കട്ടറൊക്കെ വന്നായിരുന്നു. അത് പിന്നെ എന്തോ കംപ്ലൈന്റ് കൊടുത്തിരുന്നു ഇവരൊക്കെ അല്ലേ. ഇപ്പൊ ഒത്തിരി പരാതി കൊടുത്തപ്പം അതുകൊണ്ട് മറ്റേ ഷെൽമാർക്ക് കൊണ്ടിട്ട് തൽക്കാലത്തിന് അടച്ചിട്ടുണ്ട്. അത് ഇങ്ങനത്തെ കാണാനുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. നല്ലൊരു ബോർഡൊക്കെ ഉണ്ട്. സ്കൂൾ ഇവിടെ അടുത്തുണ്ടെന്നുള്ളൊരു ബോർഡൊക്കെ ഏതായാലും ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു കുഴിയൊക്കെ ഉണ്ടായതാണ്, അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നൊരു വെണ്ണിക്കുളം ജംഗ്ഷനിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3.5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 5 ആയോ? 5 കിലോമീറ്റർ. 4.5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. മൊത്തം ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞ 8 കിലോമീറ്റർ എങ്ങാണ്ടോ ആയിരുന്നു. വാലാങ്കര അയിരൂർ എന്ന് പറഞ്ഞ റോഡാണ്. കിഫ്ബി KRFBയുടെ പേരിലായിരുന്നു റോഡല്ലേ. അടുത്തൊരു കലിങ്ക് കണ്ടോ പണിഞ്ഞു വെച്ചേക്കുന്നത്. ഭയങ്കര സുരക്ഷയാണ്, സുരക്ഷ രീതിയിലാണ് ഈ റോഡിന്റെ വർക്ക് ഇതാക്കി ഫിനിഷ് ചെയ്ത് അവരിട്ടേക്കുന്നത്. അതിൽ പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അതെ, അപ്പൊ ഞങ്ങള് ഇച്ചിരി വിട്ട് നിൽക്കുകയാണ്. ക്യാമറ ഒന്ന് മങ്ങിയിട്ടുണ്ട്, ഒന്ന് തുടക്കട്ടെ. അടുത്ത കാണിക്കാൻ പോകുന്ന സാധനമാണ് ഒരു വെറൈറ്റി സംഭവം. ഈ കൊള്ളക്കടനകത്ത് ഇരിക്കാനാണ് ഈ ഡ്രം വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ചുഴനയിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് വാളക്കുഴിയോട് തിരുമ്പം പ്രസഞ്ചാനെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ലൈവ് കേട്ടോ പ്രസഞ്ചാൻ്റെ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി അവർ വെച്ചേക്കുന്നതാണ്. ഇതിലെന്ത് സുരക്ഷയാണ് നിങ്ങൾ പറ? ഇതിലെന്ത് സുരക്ഷയാണ് നമുക്ക് കിട്ടുന്നത്? ഞാനൊരു പൊതു ആളാണ്. ഇതിൽ നിന്ന് എനിക്കൊരു എതിരെ ഒരു വണ്ടി വരുമ്പം ഒന്ന് ഇങ്ങോട്ട് ചേർക്കണം. ഇതിൽ എന്ത് സുരക്ഷയാണ് എനിക്ക് കിട്ടുന്നത്? പരിചയമില്ലാത്തൊരുത്തനാണെങ്കിൽ ഇതേ വല്ലതും വന്ന് ഇടിച്ച് കീറിയാലുള്ള അവസ്ഥയൊന്ന് ഓടിച്ചു നോക്കി. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് എന്ത് പേര് എങ്ങനെ മനസ്സിലാവും? ഒരു വെട്ടം ജോബി ചേട്ടാ, വെട്ടം നിർത്തിക്കും. ജോബി ചേട്ടാ, വെട്ടം നിർത്തിക്കും. കണ്ടോ അവസ്ഥ കണ്ടല്ലോ. ആ വെട്ടവും ഇവിടുത്തെ ആ ചെറിയൊരു വെട്ടം ഉള്ളതുകൊണ്ട് മാത്രം, പിന്നെ ആ ക്യാമറയുടെ ഇതും കൊണ്ട് മാത്രമാണ് ആ ഒരു ഒബ്ജക്റ്റ്. ഇത് നേരിട്ട് കാണാനാണെങ്കിൽ ആൾക്കാരെ വന്ന് കാണണം.
ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട് കേട്ടോ, അലങ്കരിച്ച് ഒരു ഡെക്കറേഷൻ പോലെ വെക്കാം റോഡിനകത്ത്, മറ്റേ നമ്മുടെ തിരുവല്ല ബൈപ്പാസിലൊക്കെ വെച്ചേക്കുന്ന പോലെ. അല്ല ചോപ്പിച്ചേട്ടാ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയന ജംഗ്ഷൻ, 4 കൂടിയ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പം ആരാണേലും ഒന്ന് വയ്ക്കും. അറിയാവുന്നവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ക്രോസ് ഒരു റോഡ് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടോ ക്രോസ് 2 റോഡ് വരുന്നുണ്ടെന്ന്? അറിയാത്തവന്, കാരണം എതിരെ ഒരു വണ്ടിക്കാരൻ കയറ്റി വെച്ചാൽ നമ്മൾ പേടിച്ചു ആയിരുന്നല്ലേ. ഒരു സൈൻ ബോർഡ് ഇല്ല, ഒരു 4 കൂടിയ ജംഗ്ഷനാണ് ഇവിടെ. ഇടത്തോട്ട് നമുക്ക് എരുമറ്റൂർക്ക് പോകാനുള്ള വഴിയും വലത്തോട്ട് നമുക്ക് തടിയൂരിന് പോകാനുള്ള വഴിയാണ്. ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് ഒരു കാരണവശാലും പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ല. ഈ 2 സൈഡില് അതെ താൽക്കാലികമായിട്ട് ഹമ്പ് വെച്ചുകൊണ്ട് അപകടം കുറവുണ്ട് അല്ലേ? അതെ അതെ അതെ. ആ റോഡിലും ഇല്ലെന്നുള്ളത്, ആ ഒരു ക്രോസ് റോഡാണ് കയറി വരുന്നതെന്നുള്ളത്. പഴയ ഒരു കലിങ്ങിന്റെ പാരപ്പെട്ടൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടൊക്കെ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ മണ്ണെടുത്തത് കെട്ടിക്കൊടുത്തു അല്ലെ ചോദിച്ചാൽ, ഈ ഭാഗമൊക്കെ വരെ കെട്ടിക്കൊടുക്കുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാളക്കുഴി കഴിഞ്ഞ് അങ്ങോട്ട് ഒരു രീതിയിലും അവിടുത്തെ മണ്ണും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി പലയിടത്ത് കൊണ്ട് കളഞ്ഞിട്ട് അവർക്ക് ഭാഗ്യമായി, അവരിപ്പോ കെട്ടിടങ്ങൾ വെച്ചു അല്ലേ. ആ സ്ഥലം നിലവായിട്ട് കിടന്നതൊക്കെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞ വരെയായിരുന്നു ആയിരുന്നല്ലേ. വെറും 8 കിലോമീറ്റർ സ്ട്രെച്ചിനകത്താണ് ഇത്രയും സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയിൽ താടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഇത് സൈഡിലാന്ന് പറഞ്ഞത്. എന്നാൽ പോലും ഇതൊക്കെ നമ്മുടെ കാലം മാറി. കാരണം വണ്ടികളെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു വീട്ടിലാണെങ്കിലും 2-3 വണ്ടികളുള്ള കാലമായി. തേക്കുംതടി ഉണ്ടായിരുന്നു, അതെടുത്തോണ്ട് പോയത്. അത് കഴിഞ്ഞല്ലേ അത് കാണിക്കാൻ ഇവിടെ ഒക്കെ ഇച്ചിരി സ്ട്രൈറ്റ് ആണ്. പക്ഷെ ഈ സ്ട്രൈറ്റ് കഴിഞ്ഞിട്ട് ഒരു കണ്ടോ, ഇതാണ് ഇത് ക്യാമറയുടെ വെട്ടം കൊണ്ട് മാത്രമാണ് ഇത്രയും കണ്ടത്. വെട്ടമില്ല, ഒരു തുള്ളി പോലും വെട്ടമില്ല. ആൾക്കാർക്ക് പ്രതികരിക്കാൻ പേടിയാകും ചേട്ടാ, അതാണ് സംഭവം അല്ലേ. എങ്ങനെയാലും അവന്റെ കാര്യം നോക്കി പോവാന്നുള്ള ഒരു മൈൻഡാ എല്ലാവരുടെയും. നാടിനോട് പ്രതിബദ്ധതയുള്ള നിങ്ങളെ കൂട്ടുള്ള കുറച്ച് ചെറുപ്പക്കാര്. അതെ അതെ, നമ്മളെ കുറച്ചൊക്കെ ഓടയൊക്കെ നല്ല വൃത്തിക്ക് പണിതിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒന്നുമില്ല. ഇതാണ് നമ്മളെ അടുത്ത ജംഗ്ഷൻ, കുരിശുമുട്ടം അല്ലേ, കുരിശുമുട്ടം. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും ചില സ്ഥലപ്പേരുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. കുരിശുമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കുഴിയുണ്ട്. ഇവിടുത്തെ കലുങ്കളും ഇവിടുത്തെ ഓടകളും ഒക്കെ ഇങ്ങനെ ഏകദേശം പണിതിട്ടുണ്ട്. ഒരു പോസ്റ്റ്, ടെലിഫോണിന്റെ BSNL പോസ്റ്റ് കണ്ടോ ചരിഞ്ഞ് കിടക്കുന്നത്. ഇതൊക്കെ ആരെയും പന്ത് കളിക്കുന്ന പിള്ളേർ എടുത്തോണ്ട് പോയിട്ട് 4 പോസ്റ്റ് വെക്കുവാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും. പിന്നീട് ഇവർ കൊണ്ട് സ്ക്രാപ്പിന് കളയുന്ന സാധനമാണ് ഏതെങ്കിലും പന്ത് കളിക്കുന്ന പിള്ളേർ. അവർ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെ അവരുടെ ഒരു കളി സ്ഥലത്ത് അവർ 4 പോസ്റ്റ് വെക്കാനായിട്ട് അവർ അത് എടുത്തോണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി പരാതി കൊടുക്കും, അത് ഫൈനാ കാര്യങ്ങളാവും. എല്ലാവരും ഈ പള്ളിയുടെ ഒരു കുരിശടി ഉണ്ടായിരുന്നു. അതെ അതെ, അവര് റോഡിന്റെ വികസനത്തിന് വേണ്ടി അതെ അതെ 2 കുരിശടി അല്ലേ, ഒരു ഗുരുമന്ദിരമുണ്ട്. അതെ അതെ, അവർ അത്രയും പുറകോട്ട് നീക്കിപ്പൊടിയെല്ലാം. അതെ അതെ, ഇതിലും വലിപ്പത്തിലുണ്ടായിരുന്ന കുരിശടിയായിരുന്നു 2 അല്ലേ. റോഡ് വികസനത്തിന് വേണ്ടി ആ കുരിശടികള് അവരും 2 കൂട്ടരും അപ്പുറം ഇപ്പുറം സ്ഥലം കൊടുത്ത് മാറ്റിയതാണ് ആ കാണുന്ന കുരിശടി. അതെ, അടുത്ത ഒരു മെയിൻ സ്ഥലമാണിത്. ഇവിടെ നമ്മൾ കണ്ടത് മുമ്പേ കണ്ടതുപോലത്തെ ഒരു ഡേഞ്ചർ സ്പോട്ടാണ്. ഈ കാണുന്ന പോലെ കാടല്ല, അവിടെ കുഴിയാണ്. ഇവിടെ ചവിട്ടിക്കാൻ പറ്റും. ആ തോടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വീണ്ടും കമ്മിയാണ് ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ കാണണ്ടേ? ഇവിടുത്തെ മെയിൻ സ്പോട്ടാ. ചരല് നോക്കിയ റോഡില് ഈ ചരല് കണ്ടോ, ഈ ചരല് ഈ മേളിൽ നിന്ന് വെള്ളം വന്ന് ഈ ചരല് വന്ന് ഇവിടെ വീഴും. ഇത് കണ്ടോ, ഇതിങ്ങനെ കുഴിയാ, തോടാ ഇത്, തോട്. അതുപോലെ തന്നെ ഈ വളവ്, ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മെയിൻ നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഡേഞ്ചർ ഉള്ളിടത്തെങ്കിലും എന്തെങ്കിലും കൊണ്ടൊക്കെ വെക്കാൻ നോക്കത്തില്ലേ. ഇവിടെ അതുപോലെ തന്നെ കമ്പി, ഇവിടെ കലിങ്ങിൻ്റെ കമ്പിയും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടോ, കലിങ്ങിൻ്റെ കമ്പി ഇങ്ങനെ നിൽക്കുക കണ്ടോ. വാഹനങ്ങൾ വന്നിട്ട് എങ്ങനെ പോവും? ഒരു വണ്ടി, ഈ കാർ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് കണ്ടില്ലേ, ഈ കാർ ഇവിടെ കിടക്കുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ എങ്ങോട്ട് അവൻ ചേർക്കും? എതിരെ ഒരു ബസ്സുകാരൻ വരുവാണേലോ എതിരെ ഒരു വലിയ വണ്ടിക്കാരൻ വരുവാണേലോ എങ്ങോട്ട് ചേർക്കും? അവൻ പോകുന്നത് പിന്നെ ഈ കുഴിക്കകത്തോട്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം. ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് വേണേൽ എങ്ങനെ ശരിയാവുന്നേ? ജോബിച്ചേട്ടാ നമുക്ക് വെട്ട വഴിച്ച് തരുന്നതാണ് കമ്പി കാണിക്കാൻ വേണ്ടി. കണ്ടോ, ഒന്നുകൂടെ കാണാം. ഇവിടെ ചരല വല്ലതും തെന്നിയ ഒരുപാട് പേര് വീഴുന്നുണ്ടെന്നാണ് കേട്ടത്.
നമ്മൾ ആ സ്ഥലക്കാരനെ ഒന്നും കുറ്റം പറയണ്ട. റോഡ് പണിയുടെ ഭാഗമായിട്ട് തന്നെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ അവർ ഇങ്ങനെ അത് പരിഹരിച്ചു എന്ന് വേണേ പറയാനുള്ളൂ. അല്ലെ ചോദിച്ചേട്ടാ? നടന്നു കയറണം. അല്ലേ, അവർക്ക് നടന്നു പോകണ്ടേ? അവരുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ പോകേണ്ട ഒരു വഴിയാണിത്. അവർക്ക് നടന്നു കയറണ്ടേ? അവരപ്പോൾ സമാധാനം അവർക്ക് പറ്റുന്നതൊക്കെ അവിടെ ചെയ്തു. അപ്പോൾ കുരിശുമൂട്ടം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇനി പൊറോട്ട ജംഗ്ഷനിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് 2-3 മെയിൻ വളവുകളുണ്ട്. ഡേഞ്ചർ വളവുകളാണ്. ഒന്നുമില്ലെങ്കിൽ കൂടുതലൊന്നും വേണ്ട. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മേജറായിട്ടുള്ള വളവുകളിൽ ആ ഒരു ക്രാഷ് കാർഡും അല്ലെ ക്രാഷ് ബാരിയറും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടടുത്ത് സ്ട്രീറ്റ് ലൈറ്റും കൊടുത്ത് ഡേഞ്ചറസ് സ്പോട്ടുകളിൽ വളവാണെന്നും ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകണമെന്നും ഒരുപാട് ബോർഡുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെങ്കിലും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഈ റോഡിന് വേണ്ടി കുറയ്ക്കാൻ പറ്റും. വേണ്ട, ഈ BM-ന്റെ വണ്ടിക്ക് നിങ്ങൾക്ക് ഒരു വൈറ്റ് ലൈനെങ്കിലും വിട്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. അല്ലേ ചോദിച്ചാൽ അതിന് ഒരു ഫണ്ട് അനുവദിച്ച് ചെയ്യുമോ കാര്യങ്ങളോ എല്ലാം ചെയ്യുവാണ്. ഇത് കണ്ടോ, ഇവിടെ ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ട്. വളം ഒന്നടിച്ച് കണ്ടോ, ഒരു വളവാന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതുപോലെ പുറമറ്റത്ത് കല്ലുപാലത്ത് ഒരു 2 വർഷം മുമ്പ് നടന്ന ഒരു 3 പേരുടെ ജീവൻ. അതെ, അപകടം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ എന്നുണ്ടോ? 3 പേരുടെ ജീവൻ പോയപ്പോൾ അവിടെ റോഡ് സൈഡിൽ മറ്റേ ഇത് ഇരുമ്പിന്റെ ഈ സംവിധാനം വെച്ചു. മനസ്സിലായി? അതെ, ഒരു അപകടം അതുപോലെ ഉണ്ടായി കഴിഞ്ഞാലേ വെക്കത്തുള്ളൂ എന്നുള്ളതാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ വളവുകളാണ് കേട്ടോ. വലിയൊരു വണ്ടികൾ വന്ന വലത്ത് സൈഡിൽ നിന്ന് വരുന്ന നമ്മുടെ വലത്ത് സൈഡിൽ നിന്ന് വരുന്ന ഇവിടെ ഒരു ചെറിയ കുഴി പോലെ. അതെ അതെ അതെ, ഇവിടെ അല്ലേ? അതെ. കാടും കീറി ഇത് എന്തുവാ ഇത് റോഡാണോ കാടാണോ എന്നുള്ള ഒരു അവസ്ഥയിലായി കിടക്കുകയാണ് വാലാങ്കര അയിരൂർ റോഡ്. ഇപ്പം നമ്മള് പൊന്തമ്പുഴ വനത്തിലാണ്. പക്ഷെ പൊന്തമ്പുഴ വന അവിടെയൊക്കെ എന്ത് രസമുണ്ടോ? അതൊക്കെ അടിപൊളിയാ. അവിടെയൊക്കെ അടിപൊളിയാണ്. വസന്താണോ വീഡിയോ എടുത്ത് തിരിച്ചു വരാൻ പോകുന്നത്? വേറെ ആരുടെ കൂടെ ഉണ്ട്, 2 പേരുണ്ട്. ഉണ്ടോ? പുറകിലാരുടെ ക്യാമറ പിടിക്കുന്നു. പുറകിലാട് ക്യാമറ പിടിച്ചിട്ടുണ്ട്, അദ്ദേഹം വണ്ടി ഓടിക്കുന്നു. അതുപോലെ തന്നെ റോഡിന് അത് വന്ന് ചരലിന് യാത്ര ചെയ്യുന്നവർ അത് മാറ്റേണ്ടി വരുമായിരിക്കും മിക്കവാറും. അവനോ വേണമെങ്കിൽ വീഴാതെ പൊക്കോ എന്നുള്ള ഒരു അവസ്ഥയാണ് മിക്ക റോഡുകളിലും ഉണ്ട്, ചരലും കാര്യങ്ങളും ഒക്കെ. എന്നാലും ഇതാണ് നമ്മുടെ തീയാടിക്കൽ അതായത് മറ്റൊരു റോഡിലോട്ട് ഇറങ്ങുന്ന ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്. അതെ അതെ, കറക്റ്റ് ചോദിച്ചാൽ ഇത് വേറെ റോഡ്. അത് ഒരു മെയിൻ റോഡാണ്. തീയാടിക്കൽ വെണ്ണിക്കുളം തടിയൂര് വഴി പോകുന്ന ഒരു മെയിൻ റോഡാണ്. അങ്ങോട്ട് ഒരു T റോഡാണ്, ഒരു വൈ പോലെ ജംഗ്ഷനാണ്. ഇവിടെ ഒരു അടുത്ത റോഡിലോട്ട് ഇറങ്ങുവാന്നുള്ള ഒരു ജംഗ്ഷൻ, ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിലവിൽ കൊടുത്തിട്ടില്ല. നമ്മളിവിടെ തിരിക്കാം അല്ലേ? ഒരു സ്റ്റോപ്പ് ബോർഡെങ്കിലും അവിടെ കൊടുക്കണം. ഞാൻ ഒരു വർക്ക് ചെയ്ത ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഇങ്ങനെ ഒരു ജംഗ്ഷൻ വരുമ്പോൾ നമ്മളൊരു 20 മീറ്റർ മുമ്പ് അങ്ങോട്ട് ഒരു സ്റ്റോപ്പ് ബോർഡ് കൊടുത്ത് ഒരു സീബ്ര ക്രോസിംഗും ഒക്കെ കൊടുത്തിട്ടാണ് സാധാരണ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യണ്ടേ. ഇത് T റോഡ് ഇവിടെ വെട്ടം. അതെ, ഒരു ജംഗ്ഷനാണ്, പൊറോട്ട ജംഗ്ഷൻ എന്ന് പറയും. തീയാടിക്കൽ നിന്ന് നമ്മൾ വെണ്ണിക്കുളത്തിന് പോകുന്ന വഴി. അപ്പം ഇതാണ് നമ്മുടെ ജോബി ചേട്ടൻ. അപ്പം ഞങ്ങൾ 2 പേരും കൂടാണ് അപ്പം ഈ വീഡിയോ ഇറങ്ങിയത്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് സാഹചര്യം മനസ്സിലാക്കണം. അതെ, ഈ റോഡിന്റെ സാഹചര്യം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇന്ന് നല്ലൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. അതുപോലെ തന്നെ എന്നെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരുണ്ട്. അതുപോലെ ശോകമാണ് ഞങ്ങളുടെ ഈ റോഡിന്റെ അവസ്ഥ. അപ്പം കാണുന്നവർ അല്ല, ഇത് നടത്തിത്തരാൻ അനുവാദമുള്ള പ്രതിനിധികളെ കണ്ട് അധികാരികൾ അത് കാണുകയും അത് അതിന് വേണ്ട രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയോ അല്ലെ ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഞങ്ങൾ നിർത്തുന്നു. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.